പഴമയുടെ താളം തേടിയുള്ള പൈതൃക യാത്രയിലേക്കാണ് ഈ ആഴ്ചയിലെ ചരിത്ര താളുകൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ചരിത്ര താളുകൾ തേടിയുള്ള ഈ യാത്ര എത്തിയിരിക്കുന്നത് ഇന്ത്യയിലെ മുഗൾ വാസ്തുവിദ്യയുടെ ഉത്തമ ഉദാഹരണമായ ദില്ലിയിലെ ഹുമയൂണിന്റെ ശവകുടീരത്തിലാണ്. വിദേശ സഞ്ചാരികൾ ഉൾപ്പെടെ പ്രതിവർഷം ദശലക്ഷക്കണക്കിന് സഞ്ചാരികൾ സന്ദർശിക്കുന്ന ഇന്ത്യയിലെ പ്രസിദ്ധമായ വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് ഹുമയൂൺ. ചരിത്ര താളുകളുടെ ഈ അധ്യായത്തിലൂടെ എന്തൊക്കെയാണ് ഹുമയൂൺ ശവകുടീരത്തിലുള്ളതെന്ന് നമുക്ക് നോക്കാം. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ചരിത്ര താളുകളിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ മുഗൾ വാസ്തുവിദ്യയുടെ ഉത്തമ ഉദാഹരണമാണ് ദില്ലിയിലെ ഹുമയൂണിന്റെ ശവകുടീരം. വിദേശ സഞ്ചാരികൾ ഉൾപ്പെടെ പ്രതിവർഷം ദശലക്ഷക്കണക്കിന് സഞ്ചാരികൾ സന്ദർശിക്കുന്ന ഇന്ത്യയിലെ ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണിത്. എന്തൊക്കെയാണ് ഹുമയൂൺ ശവകുടീരത്തിന്റെ പ്രത്യേകതകൾ എന്നാൽ, 16-ാം നൂറ്റാണ്ടിലാണ് ഈ ഒരു ചരിത്ര സ്മാരകം പണികഴിപ്പിച്ചിരിക്കുന്നത്. മുഗൾ ചക്രവർത്തി ആയിരുന്ന ഹുമയൂണിന്റെ ശവകുടീരമാണിത്. ഹമീദ ബാനു ബീഗത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇങ്ങനെയൊരു ശവകുടീരം പണികഴിപ്പിച്ചിരിക്കുന്നത്. താജ്മഹലിന്റെ വാസ്തുവിദ്യയായിട്ട് ഇതിന് ചെറിയൊരു സാമ്യവുമുണ്ട്. താജ്മഹലിന്റെ കഥ ലോകമെമ്പാടും പ്രസിദ്ധമാണെങ്കിലും ഹുമയൂൺ ശവകുടീരത്തിന്റെ പിന്നിലെ കഥ പലർക്കും അറിയില്ല എന്നതാണ് സത്യം. ഡൽഹിയിൽ നിർമ്മിച്ച ഈ ശവകുടീരത്തിന് 452 വർഷത്തെ പഴക്കമാണുള്ളത്. ചെങ്കൽ പൊടിയും സിമന്റ് പ്ലാസ്റ്ററും ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു ശവകുടീരം നിർമ്മിച്ചിരിക്കുന്നത്. ഹുമയൂൺ ശവകുടീരത്തിനകത്ത് 100 ശവകുടീരങ്ങളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ മുഗളിന്റെ ഡോർമെട്രി എന്നതാണ് ഇതറിയപ്പെടുന്നത്. ശവകുടീരത്തിന്മേലെ കൊത്തിവെച്ചിരിക്കുന്ന പേരുകൾ കണ്ടെത്താനായിട്ട് കുറച്ച് പ്രയാസമാണ്. ഹുമയൂണില് കൂടുതലായിട്ടും മുഗൾ വംശത്തിലെ 16 പേരുടെ ശവകുടീരമാണുള്ളത്. ഇന്ത്യയിലെ ആദ്യത്തെ പൂന്തോട്ടത്തോടെ നിർമ്മിച്ച ശവകുടീരം എന്ന പ്രത്യേകതയും ഹുമയൂണിനുണ്ട്. അതിമനോഹരമായാണ് ഈ ഒരു പൂന്തോട്ടം പണികഴിപ്പിച്ചിരിക്കുന്നത്. പേർഷ്യൻ വാസ്തുവിദ്യയിൽ പണികഴിപ്പിച്ച വിസ്മയ കാഴ്ച തേടി വിദേശികളടക്കം നിരവധി സഞ്ചാരികൾ ഇവിടെ എത്തുന്നുണ്ട്. ഈ ഹുമയൂൺ ചക്രവർത്തിയുടെ മരണശേഷം ഭാര്യ ഹമീദ ബാനു ബീഗം പേർഷ്യൻ വാസ്തുശില്പികളെ വിളിച്ച് ഭർത്താവിന്റെ ഓർമ്മയ്ക്കായിട്ട് മനോഹരമായ എന്തെങ്കിലും ഒന്ന് സൃഷ്ടിക്കാനായിട്ട് ആവശ്യപ്പെടുകയായിരുന്നു. മകൻ അക്ബറിനെ ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം അവരെ ഏൽപ്പിച്ചു. പിന്നീട് പിറവി കൊണ്ട് ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ അടയാളമായ സ്മാരകമായി മാറി. ഹുമയൂൺ ശവകുടീരത്തില് ഇന്റീരിയർ മുഗൾ വാസ്തുവിദ്യ കൊണ്ട് സമ്പന്നമാണ് കേട്ടോ. മനോഹരമായ പരവതാനിയും ഷാമിയാനയും ഗംഭീരവും രാജകീയവുമായ രൂപം നൽകുന്നുണ്ട് ഇവിടെ ഹുമയൂണിന്റെ വാള്, ഷൂസ്, തലപ്പാവ് തുടങ്ങിയവ സൂക്ഷിച്ചു വെച്ചിട്ടുമുണ്ട്. ഈ ഹുമയൂൺ ശവകുടീരത്തിന് മുകളിലുള്ള താഴികക്കുട എന്ന് പറയുന്നത് 42.5 മീറ്റർ ഉയരത്തിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഹുമയൂൺ ശവകുടീരത്തിന്റെ രൂപകൽപ്പനയും വാസ്തുവിദ്യയും ഒരിക്കലെങ്കിലും കാണേണ്ട ഒന്ന് തന്നെയാണ്. 8 വർഷം കൊണ്ടാണ് ഈ ഒരു ശവകുടീരത്തിന്റെ പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഏകദേശം ഒരു 15 ലക്ഷം രൂപയോളമാണ് ഈ ശവകുടീരം നിർമ്മിക്കുന്നതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. പേർഷ്യൻ വാസ്തുശില്പിയായ മിറക് മിർസ ജിയാത്തയാണ് ഈ ഒരു ശവകുടീരം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. മുഗൾ വാസ്തുവിദ്യയുടെ പ്രശംസി വാനോളം ഉയർത്തുവാനായിട്ട് ഈ ഒരു സ്മാരകത്തിന് സാധിച്ചു എന്ന് തന്നെ പറയാം. ഈ ഒരു അത്ഭുതത്തിന് കാരണമായത് ഹുമയൂണിന്റെ ശവകുടീരമാണ്. ഹമീദ ബാനു ബീഗം തന്റെ ഭർത്താവിന്റെ ഓർമ്മയ്ക്കായി പണി കഴിപ്പിച്ചതാണ് ഹുമയൂൺ ശവകുടീരമെങ്കിൽ, മുഗൾ ചക്രവർത്തി ഷാജഹാൻ തന്റെ ഭാര്യ മുംതാസിന്റെ ഓർമ്മയ്ക്കായിട്ട് പണി കഴിപ്പിച്ചതാണ് താജ്മഹൽ. വിശാലമായ ഒരു ജഹാർ മാഹിന്റെ മധ്യത്തിലാണ് ഈ ഒരു ശവകുടീരത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. ഹസ്തഭിഷ്ട എന്നറിയപ്പെടുന്ന കെട്ടിട നിർമ്മാണ ശൈലിയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. 8 പർദീസകൾ എന്നാണ് ഹഷ്ടഭിഷ്ടിക് എന്നതിന്റെ അർത്ഥം. മധ്യത്തിൽ വിശാലമായൊരു മുറിയും അതിനു ചുറ്റും 8 മുറികളും അടങ്ങുന്നതാണ് ഈ ഒരു രൂപകൽപ്പന. 12,000 ചതുരശ്ര മീറ്റർ വിസ്താരമുള്ള ഒരു തട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു കെട്ടിടത്തിന് 47 മീറ്റർ ഉയരമാണുള്ളത്. വെണ്ണക്കല്ലുകൾ കൊണ്ടുള്ള വലിയ മകുടത്തിന് മുകളിലെ പിച്ചള കൊണ്ടുള്ള കൂർത്ത ഭാഗത്തിന് തന്നെ ഒരു 6 മീറ്ററോളം ഉയരമുണ്ട്. കരിങ്കൽ അടക്കി പങ്കിട്ടിട്ടുള്ള കെട്ടിടത്തിന്റെ ബാഹ്യഭാഗം മുഴുവൻ ചുവന്ന മണൽക്കല്ലും അതുപോലെ വെണ്ണക്കല്ലും ഉപയോഗിച്ചാണ് ഭംഗിയാക്കുന്നത്. ഇത്ര വൻതോതിൽ മണൽക്കല്ലും വെണ്ണക്കല്ലും ഉപയോഗിച്ചുകൊണ്ട് പണി കഴിപ്പിച്ചിരിക്കുന്ന ആദ്യത്തെ സ്മാരകമാണ് ഹുമയൂൺ. കെട്ടിടത്തിന് മുകളിലെ ചെറിയ മുകുടങ്ങളിൽ മുൻപ് നീല നിറത്തിലുള്ള ഓടുകൾ പതിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ലോകാത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹലിന്റെ രൂപകൽപ്പന ഈ ഒരു കെട്ടിടത്തോട് ഏറെ സാദൃശ്യമുള്ളതുമാണ്. പ്രധാന കെട്ടിടത്തിന് ചുറ്റുമുള്ള സമചതുരാകൃതിയിലുള്ള തോട്ടത്തിന് 4 വശങ്ങളിലേക്കും കവാടങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. ഇതിൽ പടിഞ്ഞാറ് വശത്തുള്ള
കവാടമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇതിലൂടെയാണ് സഞ്ചാരികൾ സന്ദർശനം നടത്തുന്നത്. 16 മീറ്റർ ഉയരത്തിലുള്ള ഈ ഒരു കവാടത്തിന്റെ വശങ്ങളിലും മുകളിലത്തെ നിലകളിലും മുറികളുണ്ട്. എന്നാൽ ഈ മുഗൾ ഭരണകാലത്ത് തെക്കുവശത്തുള്ള കവാടത്തിനാണ് ഈ കവാടത്തെക്കാൾ കൂടുതൽ പ്രാധാന്യം ഉണ്ടായിരുന്നത്. ഈ ഒരു കവാടം രാജകീയ കവാടം എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അതുപോലെ തന്നെ ഇവിടെയുള്ള തോട്ടത്തിലെ വെള്ളച്ചാലുകൾക്ക് 3 കിലോമീറ്റർ ദൈർഘ്യമാണ് ഉള്ളത്. ഈ പ്രധാന കെട്ടിടത്തിന്റെ മധ്യഭാഗത്തുള്ള വിശാലമായ തലത്തില് ഹുമയൂണിന്റെ കല്ലറ സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു കെട്ടിടത്തിന്റെ ചുറ്റുമായുള്ള മുറികളിൽ മറ്റു മുഗൾ പ്രമുഖന്മാരുടെ കല്ലറകളുമുണ്ട്. ഹുമയൂണിന്റെ ഭാര്യയായിട്ടുള്ള ഹമീദ ബീഗം ഷാജഹാന്റെ പുത്രനായ ദാര ഷിഖോബിനെ, പിൽക്കാല ചക്രവർത്തിമാരായ ജഹാൻ ദിർഷാ ഷാറൂഖ്, സിയാർ, റഹീമുൽ തർജ്, ആലിംഗയാർ രണ്ടാമൻ എന്നിവർ ഇതിൽ ചിലരാണ്. ഇതിനു പുറമെ കെട്ടിടത്തിന് പുറത്തുള്ള തട്ടിന്റെ വശങ്ങളിൽ അനേകം കല്ലറകളും കാണുവാനായിട്ട് സാധിക്കും. ഹുമയൂൺ ശവകുടീരത്തിലെ അനുബന്ധ സ്മാരകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈസാ ഖാന്റെ ശവകുടീരം എന്ന് പറയുന്നത്. പടിഞ്ഞാറ് വശത്ത് നിന്ന് സമുച്ചയത്തിലേക്ക് സന്ദർശകർ പ്രവേശിക്കുന്ന വാതിലിന് വലതുവശത്തായിട്ട് തന്നെ കാണുന്ന കെട്ടിടമാണിത്. ഒഴിഞ്ഞ കവാടവും ചുറ്റുമതിലോട് കൂടിയിട്ടുള്ള അഷ്ടഭുജാകൃതിയിലുള്ള ഒരു കെട്ടിടമാണ് ഈസാഖിന്റെ ശവകുടീരം. കുടീരം സ്ഥിതി ചെയ്യുന്ന വളപ്പില് പടിഞ്ഞാറ് വശത്തായിട്ട് ഒരു സ്മാരക പള്ളിയുണ്ട്. 1547 പണി കഴിപ്പിച്ച ഈ കുടീരം ഹുമയൂണിന്റെ ശവകുടീരത്തെക്കാൾ 20 വർഷം പഴക്കമേറിയതാണ്. ഈ ഒരു ശവകുടീരം സ്ഥിതി ചെയ്യുന്ന വളപ്പിലെ 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കം വരെ ജനവാസം ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഹുമയൂൺ ശവകുടീര സമുച്ചയത്തിലേക്ക് പടിഞ്ഞാറേ വശത്ത് നിന്ന് സന്ദർശിക്കുന്ന പ്രവേശകര് ആദ്യം പ്രവേശിക്കുന്ന ഉദ്യാനം എന്ന് പറയുന്നത് ഗുഹാലീമ ഉദ്യാനമാണ്. ഈ ഉദ്യാനത്തിന്റെ പടിഞ്ഞാറ് അറ്റത്ത് വലതുവശത്താണ് മുകളിൽ പറഞ്ഞ ഈസാഖിന്റെ ശവകുടീരത്തിലേക്കുള്ള പ്രവേശന കവാടം. ഈ ഒരു ഉദ്യാനത്തിന്റെ പ്രധാന കവാടം അതിന്റെ കിഴക്ക് വശത്താണ്. സന്ദർശകർക്ക് പ്രവേശിക്കുന്നതിനായിട്ട് പടിഞ്ഞാറ് വശത്തെ മതില് 19-ാം നൂറ്റാണ്ടിൽ പൊളിച്ചു മാറ്റുകയായിരുന്നു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. കിഴക്ക് വശത്ത് ഒരു വലിയ കവാടവുമുണ്ട്. ഗുഹാലീമ കവാടം എന്നറിയപ്പെടുന്ന ഈ ഒരു കവാടത്തിലൂടെയുള്ള ഈ പാത ഹുമയൂണിന്റെ ശവകുടീരത്തിന്റെ പടിഞ്ഞാറേ കവാടത്തിലേക്കാണ് എത്തുന്നത്. ഗുഹാലീമയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നുമുണ്ട്. എങ്കിലും ഗുഹാലീമ എന്ന വ്യക്തിയെക്കുറിച്ചുള്ള വലിയ അറിവുകളൊന്നും തന്നെ ഇപ്പോൾ വന്നിട്ടില്ല. ഗുഹാലീമ കവാടത്തിലൂടെ കിഴക്കോട്ട് കടക്കുമ്പോൾ വലതുവശത്തായിട്ട് കാണപ്പെടുന്ന ഒരു കവാടമുണ്ട്. ആ ഒരു കവാടമാണ് അർബ്സായ് കവാടം എന്നറിയപ്പെടുന്നത്. ഈ കവാടത്തിലേക്കുള്ള ഭാഗം അറബ് സെറായ് എന്നാണ് അറിയപ്പെടുന്നത്. ഹുമയൂൺ ശവകുടീരത്തിലെ നിർമ്മാണത്തിനായിട്ട് പേർഷ്യയിൽ നിന്നും എത്തിയ വാസ്തുശില്പികള് അറബ് സേരയിലിരുന്നാണ് വസിച്ചത്. അതുകൊണ്ടാണ് അർബ്സെറായ് കവാടത്തിന്റെ മുൻവശം കേടുകൂടാതെ സംരക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിലും പിൻവശം നാശോന്മുഖമായ അവസ്ഥയിലാണ്. ചുവന്ന മണലക്കല്ലും വെണ്ണക്കല്ലും ഉപയോഗിച്ച് അലങ്കാര പണികളും നടത്തിയിട്ടുള്ള അർബ്സെറായ് പ്രധാനമായിട്ടും ദില്ലിയിൽ നിന്ന് ലഭിക്കുന്ന കെവാറ്റ്സിൻ കല്ലുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. 1560 മുതൽ 61 ഇതിന്റെ നിർമ്മാണ കാലം. ഹുമയൂൺ ശവകുടീര സമുച്ചയത്തില് പ്രധാന കെട്ടിടത്തിന് ചുറ്റുമായിട്ടുള്ള ചാർവാർ ഉദ്യാനത്തിന്റെ തെക്ക് കിഴക്കൻ മൂലയില് ഒരു ചെറിയ ശവകുടീര മന്ദിരവുമുണ്ട്. അതാണ് ബാബറ ശവകുടീരം എന്ന പേരിൽ അറിയപ്പെടുന്നത്. 16-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെയാണ് ഇത് പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഒരു സ്ത്രീയുടെയും പുരുഷന്റെയും കല്ലറകളാണ് ഇതിനകത്തുള്ളത്. കാലപ്പഴക്കം മൂലം ഹുമയൂണിന്റെ ശവകുടീരത്തിന് വന്നു ചേരുന്ന ശോചനീയ അവസ്ഥകള് ഇതെല്ലാം പരിഹരിക്കുവാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. 2000 മുതൽ 2003 കാലഘട്ടത്തിൽ അഗാസ് ഖാൻ ട്രസ്റ്റ് ഫോർ കൾച്ചർ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും ആയി ചേർന്നിട്ട് പ്രധാന ശവകുടീരത്തിന് ചുറ്റുമുള്ള 30 ഏക്കർ തോട്ടം നവീകരിച്ചിട്ടുണ്ടായിരുന്നു. തോട്ടത്തിലൂടെയുള്ള വെള്ളച്ചാലുകള്, നടപ്പാത എന്നിവ നവീകരിച്ചതോടൊപ്പം തന്നെ മുഗൾ ചക്രവർത്തിമാർക്ക് താല്പര്യമുണ്ടായിരുന്ന 2500ഓളം പൂച്ചെടികളും ആ ഒരു സമയത്ത് തന്നെ നട്ടുവളർത്തി. കെട്ടിടത്തിന് ചുറ്റുമുള്ള 12,000 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള തട്ടില് പണ്ട് ക്വാർട്സൈൽ കല്ലും വിരിച്ചിട്ടുണ്ടായിരുന്നു. 1950 ഈ കല്ല് വിരിപ്പിന് മുകളിലായിട്ട് സിമന്റ് കോൺക്രീറ്റ് പാകി അത് നിരപ്പാക്കിയിരുന്നു. സ്മാരകത്തിന്റെ ചരിത്രം മൂലം നഷ്ടപ്പെടുത്തിയ ഈ ഒരു നടപടിയിൽ 2009-10 കാലത്ത് സിമന്റ് കോൺക്രീറ്റ് ഇളക്കി കളഞ്ഞ് പഴയ കല്ലുകൾ ഉയർത്തി സമനിരപ്പിൽ പാകുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ചില കല്ലുകൾക്ക് 2000 കിലോഗ്രാം വരെ ഭാരവും ഉണ്ട്. പ്രധാന കെട്ടിടത്തിന്റെ അടിത്തട്ടിന്റെ വശങ്ങളിലുള്ള അറകളിലെ കാലപ്പഴക്കം കൊണ്ട് തേപ്പടർന്നു പോയിട്ടുള്ള ഭാഗങ്ങൾ ഇപ്പോൾ ചുണ്ണാമ്പ് കട്ട ഉപയോഗിച്ചുകൊണ്ട് പുനർനിർമ്മിക്കുന്നുമുണ്ട്. അരീത്തോയിൽ ചരിത്രപ്പണികളും വാതിലുകളും ഇപ്പോൾ പുനഃസ്ഥാപിക്കുന്നുമുണ്ട്. ഡൽഹിയിലെ ചരിത്ര പ്രാധാന്യം അർഹിക്കുന്ന ഹുമയൂൺ ശവകുടീരത്തിന്റെ പൈതൃക പ്രത്യേകതകളായിരുന്നു ഇന്ന് ചരിത്ര താളുകളിലൂടെ പരിശോധിച്ചത്. ഇതുപോലെ മറ്റു വിശേഷങ്ങളുമായി നമുക്ക് മറ്റൊരു അധ്യായത്തിൽ ഒരുമിക്കാം.